കാശി എൻ്റെ മനസ്സിലെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിന് ദൈവം എനിക്ക് നിയോഗിച്ച ടൈം ഇപ്പോഴായിരുന്നു. നേരെ വാരണാസിയിലിറങ്ങി ആദ്യം തന്നെ കാലഭൈരവനെ കണ്ട് എന്നിട്ട് വേണം വിശ്വനാഥനെ കാണണമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ കാലഭൈരവനെ കാണാനായി അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്ക്. അവിടുന്ന് കാലഭൈരവനെ ദർശിച്ച് അടുത്ത ദിവസം തന്നെ വിശ്വനാഥനെ ദർശിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. നല്ല തിരക്കാണെങ്കിലും കണ്ടു തൊഴാൻ അധിക സമയമെടുത്തില്ല. സ്പെഷ്യൽ ദർശനം ഉണ്ടായതുകൊണ്ട് തന്നെ അധിക നേരം ക്യൂ നിൽക്കേണ്ടതായിട്ടും വന്നില്ല. വിശ്വനാഥനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഭാരതാംബയുടെ ഒരു അടിപൊളി സ്റ്റാച്യു പണിത് വെച്ചേക്കുന്നത്. കാണാൻ അതിമനോഹരമായിരുന്നു. അത്രയും പെർഫെക്ഷനായിട്ടാണ് ആ ഒരു സ്റ്റാച്യു പണിത് വെച്ചേക്കുന്നത്. കുറേ നേരം ആ സ്റ്റാച്യുവിൻ്റെ അടുത്തിരുന്ന് പിന്നെ നേരെ പുറത്തേക്കിറങ്ങി. തൊഴുതിറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്പലത്തിന് ചുറ്റുമുള്ള മതിലുകളും അതുപോലെ വീടുകളുടെ ചുമരുകളും ഫുള്ള് ശിവഭഗവാന്റെ ചിത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നു. കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നീട് റൂമിലേക്ക് മടങ്ങി.